നമ്മളിന്ന് വന്നിരിക്കുന്നത് ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററായ വിൻഡോസ് ഓഫ് നോളജിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ വിൻഡോസ് ഓഫ് നോളജ്. അപ്പോൾ ഇതിനകത്ത് കണ്ണിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ 3 ലെയേഴ്സ്, പാർട്സ്, അതിൻ്റെ ഫങ്ഷൻ എല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ പറയാൻ പോണത് റെഗുലേഷൻ ഓഫ് ലൈറ്റ്. നമ്മുടെ കണ്ണിനകത്ത് ഫോൾ ചെയ്യുന്ന ലൈറ്റ് ഫോൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റിനെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ലൈറ്റ് ഫോൾ ചെയ്യുന്നതിനെ കണ്ണ് റെഗുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പ്യൂപ്പിൾ പഠിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ടോപ്പിക് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്യൂപ്പിൾ നമ്മൾ പറഞ്ഞത് അപ്പേച്ചർ സീൻ്റെ സെന്റർ ഓഫ് ഐറിസിന്റെ സെന്ററിൽ കാണുന്ന പോയിന്റ് ആണ് പ്യൂപ്പിൾ. പ്യൂപ്പിളിന്റെ സൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്ന എപ്പോഴാണ്? ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുകയും കുറയുന്ന അനുസരിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. റെഗുലേഷൻ ഓഫ് ലൈറ്റിന്റെ ഐക്കകത്ത് ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, അതായത് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ഇത് അറിയുന്നതിന് മുമ്പായിട്ട് ടെസ്റ്റിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നാലും നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് കണ്ണല്ല, നമ്മുടെ ഐറിസ്, കൃഷ്ണമണി, ബ്ലാക്ക് ഫംഗസ് ആണ്. അതിന്റെ നടുക്ക് എന്തുണ്ട്? പ്യൂപ്പിൾ ഉണ്ടല്ലോ. ഇനി ഈ ഐറിസിന്റെയും പ്യൂപ്പിളിന്റെ ഇടയ്ക്കൊരു മസിൽസ് ഉണ്ട്. ആ മസിലാണ് റേഡിയൽ മസിൽസ്. ഇനി പ്യൂപ്പിളിന്റെ അകത്തൊരു മസിൽസ് ഉണ്ട്, സർക്കുലർ മസിൽസ്. അത് ഇവിടെ ഇങ്ങനെ റേഡിയൽ ആയിട്ട്, അതായത് മനസ്സിലാകുന്നുണ്ടല്ലോ, ലീനിയർ ആയിട്ടുള്ള കുറച്ച് മസിൽസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ സർക്കുലർ പോലത്തെ മസിൽസ് ഉണ്ട്. സോ ഐറിസിന്റെ അകത്തുള്ള മസിലാണ് റേഡിയൽ മസിൽ. ഇനി പ്യൂപ്പിളിന്റെ അകത്തുള്ള മസിലാണ് സർക്കുലർ മസിൽ. ആ ഒരു ഐഡിയ ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ അതാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി പറയാൻ പോണ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ. ഇപ്പം ഓർക്കുക, ഇപ്പം എന്റെ ഇതെന്ന് പറയുന്ന ഒരു ഐറിസ് ആണെന്ന് ഓർക്കുക. അപ്പം ഇതിനകത്താണ് പ്യൂപ്പിൾ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടക്കുള്ള മസിലാണ് എന്ത് മസില്? റേഡിയൽ മസിൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് ഐറിസ്, ഇത് പ്യൂപ്പിൾ, അങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇത് ഐറിസ്, ഇത് പ്യൂപ്പിൾ, ഇതിന്റെ രണ്ടിന്റെ ഇടക്കുള്ള മസിലാണ് റേഡിയൽ മസിൽ. ഇനി നമ്മളൊരു ഡിം ലൈറ്റ് ഉണ്ടാവുന്ന സമയത്ത്, ഡിം ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അധികം വലിയ വെട്ടമൊന്നും ഇല്ലാത്ത സമയത്ത്, നമ്മൾ രാത്രി സമയത്തൊക്കെ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇതിന്റെ ഇടക്കുള്ള ഈ റേഡിയൽ മസിൽ ഇല്ലേ, ഇത് പ്യൂപ്പിള്, ഇത് ഐറിസ്, ഇതിന്റെ ഇടക്കുള്ള റേഡിയൽ മസിൽ അങ്ങ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഒരു പ്യൂപ്പിളിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഷേപ്പ് ഇരുന്നതാണ്, അതായത് ഇത് ഐറിസ്, ഇത് പ്യൂപ്പിൾ, ഇതിന്റെ രണ്ടിന്റെ ഇടക്കുള്ള മസിൽ റേഡിയൽ മസിൽ. ഡിം ലൈറ്റ്, അധികം ലൈറ്റ് കിട്ടാത്ത സമയത്ത് എന്ത് സംഭവിക്കും? അതായത് ഇതിന്റെ ഇടക്കുള്ള റേഡിയൽ മസിൽ അങ്ങ് കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിൾ ഇവിടെ വലുതാവാമല്ലോ. ഇങ്ങനെ ഇരിക്കുമല്ലേ, ഇതിനെ വലുതാക്കാൻ സമ്മതിക്കത്തില്ല, ഇവിടെ മസിലുണ്ട്. അപ്പം ഡിം ലൈറ്റ് വരുന്ന സമയത്ത് ഈ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പം പ്യൂപ്പിളിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അതായത് ഡിം ലൈറ്റ് ഉള്ള സമയത്ത് റേഡിയൽ മസില് കൺട്രാക്ട് ചെയ്യും. അപ്പം സൈസ് ഓഫ് പ്യൂപ്പിൾ ഡിക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലായി, സൈസ് ഓഫ് പ്യൂപ്പിൾ ഇൻക്രീസ് ചെയ്യും. ഇതിങ്ങനെ കൺട്രാക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് സൈസ് ഓഫ് പ്യൂപ്പിൾ കൂടത്തില്ലേ, ഇൻക്രീസ് ചെയ്യും. സോ ഡിം ലൈറ്റിന്റെ സമയത്ത് റേഡിയൽ മസിൽ കൺട്രാക്ട് ചെയ്യും, ഇപ്പൊ സൈസ് ഓഫ് പ്യൂപ്പിൾ ഇൻക്രീസ് ചെയ്യും. ഇനി ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സമയത്ത്, അതായത് നല്ല വെട്ടമുണ്ട്, ബ്രൈറ്റ് ലൈറ്റിന്റെ സമയത്ത് എന്ത് സംഭവിക്കും? സർക്കുലർ മസിൽ ഇല്ലേ, സർക്കുലർ മസിൽ കൺട്രാക്ട് ചെയ്യും. അതായത് ഇതല്ലേ ഐറിസ്, ഇത് പ്യൂപ്പില്. അപ്പം ഇവിടെ പ്യൂപ്പിളിന്റെ അവിടെയുള്ള മസിലല്ലേ ഈ സർക്കുലർ മസിൽ, പ്യൂപ്പിളിന്റെ അകത്തുള്ള മസിലല്ലേ. അപ്പൊ ഈ സർക്കുലർ മസിൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്തുവാ സംഭവിക്കുന്നത്? പ്യൂപ്പില് അങ്ങ് ചെറുതാവും. മനസ്സിലാവുന്നുണ്ടോ? ഇത് കൺട്രാക്ട് ചെയ്യുമ്പോൾ, റേഡിയൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിളിനെ വലുതാവായിരുന്നു. പക്ഷെ സർക്കുലർ എന്ന് പറയുമ്പോൾ പ്യൂപ്പിളിനകത്തുള്ള തന്നെ മസിലാണ്. അപ്പം ഈ സർക്കുലർ മസിൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് പ്യൂപ്പിലും അതിനോടൊപ്പം കൺട്രാക്ട് ആയി പോകും. സോ ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഡിക്രീസ്. മനസ്സിലായല്ലോ? ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് കൂടും. ബ്രൈറ്റ് ലൈറ്റിൽ
സർക്കുലർ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉച്ച സമയത്തൊക്കെ നമ്മളിങ്ങനെ സൂര്യനൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് കണ്ണ് ചുരുങ്ങും. കാരണം നമ്മുടെ പ്യൂപ്പിളിന്റെ ബ്രൈറ്റ് ലൈറ്റ്, അപ്പൊ നമുക്ക് അതിന് ബ്രൈറ്റ് ലൈറ്റിന്റെ സമയത്ത് എന്ത് സംഭവിക്കും? പ്യൂപ്പിളിന്റെ സൈസ് ഡിക്രീസ് ചെയ്ത് അങ്ങ് ചുരുങ്ങിപ്പോകും. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? സോ ഈ ഒരു ഐഡിയ ആണ് അവരവിടെ ബോക്സിലായിട്ട് തന്നിരിക്കുന്നത്. ഈ ഒരു സംഭവം മാത്രം പഠിച്ചാൽ മതി. ഡിം ലൈറ്റ് റേഡിയൽ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ സൈസ് ഓഫ് പീപ്പിൾ ഇൻക്രീസ് ചെയ്യും. ബ്രൈറ്റ് ലൈറ്റ് സർക്കുലർ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ സൈസ് ഓഫ് പീപ്പിൾ ഡിക്രീസ് ചെയ്യും. എന്താണ് റേഡിയൽ മസിൽ, എന്താണ് സർക്കുലർ മസിൽ? ഇത് നിങ്ങൾ എന്നെ കേട്ട് പോകുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെ എഴുതുവാണെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലായി. എക്സാമിന്റെ സമയത്ത് റിവൈസ് ചെയ്യുമ്പോൾ നോക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പം ഈ ഒരു കൺസെപ്റ്റാണ് റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ഐ. ഇങ്ങനെയാണ് ഐയിൽ വീഴുന്ന ലൈറ്റിനനുസരിച്ച് നമ്മുടെ കണ്ണിന്റെ സൈസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് ഇമേജ് ആണ്. ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ ഒരു ടോപ്പിക് ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ എന്താണ് സിലിയറി മസിൽസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സിലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മുടെ ലെൻസിന്റെ കർവേച്ചർ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ലെൻസിന്റെ കർവേച്ചർ കൂടുകയും കുറയുന്നതനുസരിച്ച് നമ്മുടെ ഫോക്കൽ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഫോക്കസ് ചെയ്ത ലെങ്ത്. ഇപ്പൊ ഞാൻ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം, അപ്പൊ എന്റെ ഫോക്കൽ എന്ന് വെച്ചാൽ ഇത്രയുണ്ട്. മീൻസ് ഇപ്പൊ നമ്മള് ദൂരെ ഒരു മരത്തിന്റെ ഇലയിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ അത്രയും ഫോക്കൽ ലെങ്ത് ആണ്. അപ്പൊ നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്, എത്ര ലെങ്ത്, ഡിസ്റ്റൻസ് ദാറ്റ് വി ആർ ഫോക്കസ്, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഈ നമ്മൾ അടുത്തുള്ളൊരു, ഇപ്പൊ ഞാൻ ബുക്കിലേക്ക് ഞാൻ നോക്കുന്നു പറയുമ്പോൾ അത് എന്റെ അടുത്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ് അല്ലെ. നമ്മൾ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ നോക്കുമ്പോഴും നമ്മളങ്ങ് ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നോക്കുമ്പോഴും നമ്മുടെ കണ്ണിനെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. സോ വെൻ വി ആർ വ്യൂയിങ് ദ നിയർ ബൈ ഒബ്ജക്റ്റിനെ നമ്മൾ കാണുമ്പോൾ ഒരു ബോക്സ് ആക്കി ഞാൻ തരാം. നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുമ്പോൾ എന്ത് സംഭവിക്കും, ഫാർ അവേ ഒബ്ജക്റ്റിനെ കാണുമ്പോൾ എന്ത് സംഭവിക്കും? ഇനി ഒന്നാമത്തെ ഇതെന്താണ്, സിലിയറി മസിൽസിൽ എന്ത് സംഭവിക്കുന്നു പറയാം. സിലിയറി മസിൽ നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് സിലിയറി മസിൽ കൺട്രാക്ട് ചെയ്യും. പക്ഷേ ദൂരമുള്ള ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് സിലിയറി മസിൽ റിലാക്സ് ചെയ്യും. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക, രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു പോകും. ഒന്നെങ്കിൽ ഇത് പഠിക്കുക, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഏതാണോ ആ ഒരു ബോക്സ് പഠിക്കുക. അപ്പൊ ഇങ്ങനെ പഠിക്കാൻ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. നമ്മൾ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ സിലിയറി മസിൽ കൺട്രാക്ട് ചെയ്യും, ദൂരമുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ സിലിയറി മസിൽ റിലാക്സ് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞു ലിഗമെന്റ്സുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ, ത്രെഡ് ലൈക്ക് സബ്സ്റ്റൻസ് പറഞ്ഞായിരുന്നു. ലിഗമെന്റ്സ് ഇവിടെ കൺട്രാക്ട് ചെയ്തില്ലേ, അപ്പൊ ലിഗമെന്റ്സ് ഇവിടെ റിലാക്സ് ചെയ്യും. ഇവിടെ റിലാക്സ് ചെയ്തില്ലേ, അപ്പൊ ലിഗമെന്റ്സ് ഇവിടെ കൺട്രാക്ട് ചെയ്യും. ഇനി അടുത്തത് ലെൻസിന്റെ കർവേച്ചർ. നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുമ്പം കർവേച്ചർ ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഡിക്രീസ് ചെയ്യും. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടല്ല, ഈ ഒരു ഐഡിയ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് മെയിൻ. കർവേച്ചർ. ഇനി അടുത്ത ഫോക്കൽ ലെങ്ത് എന്നാണ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ലെങ്ത് ദാറ്റ് വി ആർ ഫോക്കസിങ്, ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത്. നിയർ ബൈ ഒബ്ജക്റ്റ് കർവേച്ചർ കൂടിയില്ലേ, അപ്പൊ ഫോക്കൽ ലെങ്ത് കുറയും. ഇവിടെ കർവേച്ചർ കുറഞ്ഞുകൊണ്ട് ഇവിടെ ഫോക്കൽ ലെങ്ത് കൂടും. അതായത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം അല്ലേ, നമ്മൾ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുക. ഇപ്പം ഞാൻ ബുക്കിലോട്ട് നോക്കുക, അപ്പൊ എന്റെ ബുക്കുമായിട്ട് അധികം ഫോക്കൽ ലെങ്ത് ഉണ്ട്, ഞാൻ ഫോക്കസ് ചെയ്യുന്ന ലെങ്ത് കൂടുതലാണോ? ഇല്ല. അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണും ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. അപ്പൊ ഈ ഒരു ബോക്സ് പഠിച്ചു വെച്ചാൽ മതി ആ ഫോർമേഷൻ ഓഫ് ഇമേജിനെ വെച്ച്. അതായത് നമ്മൾ പാർട്സ് ഏതൊക്കെയാണ്, സിലിയറി മസിൽ നിയർ ബൈ ഒബ്ജക്റ്റ് ആകുമ്പോൾ കൺട്രാക്ട് ചെയ്യും, ഫാർ ബൈ ഒബ്ജക്റ്റ് ആകുമ്പോൾ റിലാക്സ് ചെയ്യും. ലിഗമെന്റ്സ് നിയർ ബൈ ഒബ്ജക്റ്റ് ആകുമ്പോൾ റിലാക്സ് ചെയ്യും, ഫാർ ബൈ ഒബ്ജക്റ്റ് ആകുമ്പോൾ കൺട്രാക്ട് ചെയ്യും. കർവേച്ചർ നിയർ ബൈ ഒബ്ജക്റ്റ് ആകുമ്പോൾ ഇൻക്രീസ് ചെയ്യും, ഫാർ ബൈ ഒബ്ജക്റ്റ് ആകുമ്പോൾ ഡിക്രീസ് ചെയ്യും. ഈ ഫോക്കൽ ലെങ്ത് നിയർ ബൈ ഒബ്ജക്റ്റ് ആകുമ്പോൾ ഡിക്രീസ് ചെയ്യും, ഫാർ അവേ ഒബ്ജക്റ്റ് ആകുമ്പോൾ ഇൻക്രീസ് ചെയ്യും. ഈ ഒരു ഐഡിയ, ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. സോ അതാണ് ഫോർമേഷൻ ഓഫ് ഇമേജ് അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ നമ്മുടെ കണ്ണെന്ന് ചുമ്മാ ഉള്ള കളിയൊന്നുമല്ല, നമ്മുടെ കർവേച്ചറിനെയും ലെൻസിനെയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ കണ്ണിനുണ്ട്. സോ ഈ അതിനെപ്പറ്റി ഒരുപാടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ആ ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ കണ്ണിന് പ്രത്യേക ചില കഴിവുകളൊക്കെ ഉണ്ട്, മീൻസ് ഇങ്ങനെ ഫോക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. സോ ദ എബിലിറ്റി ഓഫ് ഐ, കണ്ണിനുള്ള കഴിവ്, ദ എബിലിറ്റി ഓഫ് ഐ
ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത്, അല്ലേ? അതായത് ഫോക്കൽ ലെങ്തിന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് കർവേച്ചർ. അപ്പം ലെൻസിന്റെ കർവേച്ചർ കൂടുന്നേയും കുറയുന്നത്, കേർവ് കൂടുന്നേയും കുറയുന്ന കാര്യമൊക്കെ ഇത് കൂടി നിൽക്കുകയും കുറഞ്ഞിരിക്കും. അപ്പോൾ കുറയുന്നേയും കൂടുന്നേയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ദ എബിലിറ്റി ഓഫ് ഐ ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് ബൈ ചേഞ്ചിങ് ദ കർവേച്ചർ, അതായത് കർവേച്ചറിനെ മാറ്റിക്കൊണ്ട് ഈ കേർവിനെ അതിനെ കൂട്ടിയോ കുറച്ചോ ഒക്കെ ചെയ്തിട്ട് ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ചെയ്യുന്ന ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യാനുള്ള ഒരു പവറിനെയാണ് നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. അതായത് ദ എബിലിറ്റി ഓഫ് ഐ ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത്, ദ എബിലിറ്റി ഓഫ് ഐ ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്, ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, അതായത് നമ്മൾ പറഞ്ഞ അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും, ദൂരമുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പം ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കണ്ണിന്റെ ഒരു കഴിവ്. എങ്ങനെ ഈ ഫോക്കൽ ലെങ്തിനെ കണ്ണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അതിന്റെ കർവേച്ചർ മാറ്റും, കർവേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും. ഈ കർവേച്ചർ എങ്ങനെയാണ് കൂട്ടുന്നത്? ഇൻ അക്കോർഡൻസ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്ട് ഫ്രം ദ ഐ. ഇപ്പൊ നമ്മുടെ കണ്ണ് ഇവിടെയാണ്, ഒബ്ജക്റ്റ് ഇവിടെയാണ്. ഇപ്പം ഒരു റോസാപ്പൂ, അല്ലെങ്കിൽ ഒരു പൂ, ഇതൊരു പൂവാ. അപ്പൊ നമ്മുടെ കണ്ണിവിടെ നിൽക്കുക. അപ്പൊ കണ്ണും പൂവും തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, ഫോക്കൽ ലെങ്ത് ഉണ്ട്. അപ്പൊ ഈ ഫോക്കൽ ലെങ്തിനെ ബേസ് ചെയ്തിട്ട് കണ്ണ് എന്ത് ചെയ്യും? അതിന്റെ ലെൻസിന്റെ കർവേച്ചറിനെ ചേഞ്ച് ചെയ്യും. ലെൻസിന്റെ കർവേച്ചറിനെ ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ഫോക്കൽ ലെങ്ത് മാറും. അതായത് ദ എബിലിറ്റി ഓഫ് ഐ, കണ്ണിനുള്ള ഒരു കഴിവാണ് ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത്, ഫോക്കൽ ലെങ്തിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ബൈ ചേഞ്ചിങ് ഇറ്റ്സ് കർവേച്ചർ. എങ്ങനെയാണ് ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ലെൻസിന്റെ കർവേച്ചറിനെ, ആ കേർവിനെ മാറ്റിക്കൊണ്ടും തിരിച്ചു കൂടുക കുറയുകയൊക്കെ ചെയ്യുന്നു പറഞ്ഞില്ലേ? അങ്ങനെ മാറ്റിക്കൊണ്ട് ഇൻ അക്കോർഡൻസ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്ട് ഫ്രം ദ ഐ, അതായത് ഒബ്ജക്റ്റും ഐയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ അനുസരിച്ച് ഈ എന്താണ് നമ്മുടെ ഫോക്കൽ ലെങ്തിനെയും കർവേച്ചറിനെയും ഒക്കെ മാറ്റിയിട്ട് റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യും. നമ്മൾ റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യുന്നത് അടുത്ത ടോപ്പിക്കാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യിപ്പിക്കും. അങ്ങനെ ഇമേജ് ഫോം ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അങ്ങനെ ഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള കണ്ണിന്റെ കഴിവിനെയാണ് നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ? ദ എബിലിറ്റി ഓഫ് ഐ ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് കർവേച്ചർ ഇൻ അക്കോർഡൻസ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്ട് ഫ്രം അവർ ഐ ആൻഡ് ഫോം ദ ഇമേജ് ഓൺ ദ റെറ്റിന ഈസ് നോൺ ആസ് ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ. അതായത് ദ എബിലിറ്റി ഓഫ് ഐ, ഐയുടെ ഒരു കഴിവ് ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത്, ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് കർവേച്ചർ, അതിന്റെ കർവേച്ചറിനെ മാറ്റിക്കൊണ്ടാണ് ഈ ഫോക്കൽ ലെങ്തിനെ ചേഞ്ച് ചെയ്യുന്നത്. എങ്ങനെ ഈ കർവേച്ചറിനെ മാറ്റുന്നത്? ഇൻ അക്കോർഡൻസ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്ട് ഫ്രം ദ ഐ, ഐയും ഒബ്ജക്റ്റും തമ്മിൽ എന്തോരം ഡിസ്റ്റൻസ് ഉണ്ടതിനെ ബേസ് ചെയ്തിട്ട്. ആൻഡ് ഫോം ദ ഇമേജ് ഓൺ ദ റെറ്റിന, റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യിപ്പിക്കാനെ പറ്റിയുണ്ട്. അപ്പം അങ്ങനെ ഫോം ചെയ്യിപ്പിക്കുന്ന ഐക്കുള്ള കഴിവിനെയാണ് നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ? ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. What is power of accommodation of eye? The ability of eye to adjust the focal length by changing the curvature in accordance to the distance of object from our eye and form the image on the retina is known as the power of accommodation of eye. Clear ആയല്ലോ? നമ്മൾ ഇന്ന് എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്? നമ്മൾ ആദ്യം പറഞ്ഞത് റേഡിയൽ മസിൽസ് എന്താണ്, സർക്കുലർ മസിൽസ് എന്താണ്. റേഡിയൽ മസിൽസ് എന്ന് വെച്ചാൽ ഐറിസിനകത്തുള്ള മസിൽസ്, സർക്കുലർ മസിൽ എന്ന് വെച്ചാൽ പ്യൂപ്പിളിനകത്തുള്ള മസിൽ. ഇനി ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് കൂടും. ബ്രൈറ്റ് ലൈറ്റിൽ സർക്കുലർ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് കുറയും. പിന്നെ നമ്മൾ പറഞ്ഞത്, നമ്മൾ അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് സിലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യും, ദൂരമുള്ള ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യും. ഇനി അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് ലിഗമെന്റ്സ് കൺട്രാക്ട് ചെയ്യും. ദൂരമുള്ള ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചേക്കാൻ മറ്റേ താനെ കിട്ടും. ഇനി അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് ഫോക്കൽ ലെങ്ത് കുറയും, അപ്പം കർവേച്ചർ കൂടും. ദൂരമുള്ള ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് ഫോക്കൽ ലെങ്ത് കൂടും, അപ്പം കർവേച്ചർ കുറയും. പിന്നെ മൂന്നാമത് പറഞ്ഞത് ഈ കാര്യം, വാട്ട് ഈസ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ? ദ എബിലിറ്റി ഓഫ് ഐ ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് by changing the curvature in accordance to the distance of object from our eye and form the image on retina is known as the power of accommodation of eye. ഇത്രയും പറഞ്ഞ് ക്ലിയർ ആയല്ലോ. പിന്നെ അടുത്ത് നമ്മൾ റെറ്റിനാനെ ഫോട്ടോസ്കോപ്പ് വെച്ചാണ് പറയുന്നത്. സോ അപ്പോൾ ഇത്രയും പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ പറയുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.